എല്ലാവർക്കും PSC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ PYQ സീരീസിൽ ഇംഗ്ലീഷിന്റെ മൂന്നാമത്തെ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LDC തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയ എക്സാമിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഓരോ ചോദ്യത്തോടൊപ്പം മുൻകാലങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 81ാമത്തെ ചോദ്യമായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചോദ്യം എങ്ങനെയാണ്? ദ ടൂറിസ്റ്റ് ഗൈഡ് എലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ് ഹാസ് ഹാവ് ആർ വിൽ ബി. ഇത് കോൺകോഡ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. ഈ കോൺകോഡ് എന്ന് പറഞ്ഞാല് സബ്ജക്ട് വെർബ് എഗ്രിമെന്റിനെയാണ് കോൺകോഡ് എന്ന് പറയുന്നത്. അതായത് സബ്ജക്റ്റിനനുസരിച്ച് എങ്ങനെയാണ് വെർബ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് പറയുന്ന കുറച്ച് നിയമങ്ങളാണ് കോൺകോഡിൽ പറയുന്നത്. അപ്പോ ഇത് കുറച്ച് നിയമങ്ങളുണ്ട്. അപ്പൊ ഓരോ നിയമത്തിലും കുറച്ച് വാക്കുകളെ പറയുന്നുണ്ട്. ആ ഒരു പർട്ടിക്കുലർ വേർഡ് വെച്ചിട്ടാണ് രണ്ട് സബ്ജക്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എങ്കിൽ വെർബ് എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മൾ ആ ഓരോ നിയമത്തിലും പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ചോദ്യത്തില് രണ്ട് സബ്ജക്റ്റുകളുണ്ട്. ഏതൊക്കെയാണ്? ദ ടൂറിസ്റ്റ് ഗൈഡും വിത്ത് ദ ടൂറിസ്റ്റ്. രണ്ടുപേര് പറയുന്നു. ഇവരെ തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന വാക്ക് ഏതാണ്? എലോങ് വിത്ത്. ഏത് വെച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? എലോങ് വിത്ത്. അപ്പൊ എലോങ് വിത്ത് വെച്ചിട്ടാണ് രണ്ട് സബ്ജക്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ വെർബ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്ട്. ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും വെർബ് മാറുന്നത്. അതായത് ആദ്യത്തെ സബ്ജക്ട് സിംഗുലർ ആണ് എങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. ആദ്യത്തെ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ഫോമിലും ആയിരിക്കണം. മനസ്സിലായോ? അതായത് രണ്ട് സബ്ജക്റ്റുകളെ എലോങ് വിത്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് എങ്കിൽ അതില് ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം വെർബ് മാറേണ്ടത്. ആദ്യത്തെ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആവണം. ആദ്യത്തെ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറലും ആവണം. അപ്പൊ ഇതിൽ നോക്കിക്കേ, എലോങ് വിത്ത് വെച്ചാണ് കണക്ട് ചെയ്തേക്ക് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതിന്റെ അകത്ത് ഫസ്റ്റ് സബ്ജക്ട്, ആദ്യത്തെ സബ്ജക്ട് ഏതാണ്? ദ ടൂറിസ്റ്റ് ഗൈഡ്. ടൂറിസ്റ്റ് ഗൈഡ് എന്നുള്ളത് സിംഗുലർ ആണല്ലോ. അപ്പോ വെർബ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പൊ ഇതിന്റെ അകത്ത് 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതില് സിംഗുലർ ഫോമിൽ വരുന്നത് ഏതാണെന്ന് നോക്കിയാൽ മതിയല്ലോ. ഹാസ് സിംഗുലർ ഫോം ആണ്, ഹാവ് പ്ലൂറൽ ഫോം ആണ്, ആർ എന്ന് പറയുന്നതും പ്ലൂറൽ ഫോം ആണ്, വിൽ ബി എന്താണെങ്കിലും ഇവിടെ വരത്തില്ല. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്നത് ഏതാണ്? സിംഗുലർ ഫോമിലുള്ള വെർബ് ഏതാ? ഹാസ്. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. ദ ടൂറിസ്റ്റ് ഹാസ് അറൈവ്ഡ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. രണ്ട് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. രണ്ട് സബ്ജക്റ്റിനെയും എലോങ് വിത്ത് വെച്ച് കണക്ട് ചെയ്തു. എലോങ് വിത്ത് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ വെർബിനെ ഫിക്സ് ചെയ്യും. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ആദ്യത്തെ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലറും, ആദ്യത്തെ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറലും ആയിരിക്കും. ഇനി ഇത് എലോങ് വിത്തിന് മാത്രമല്ല, എലോങ് വിത്തിന്റെ കൂടെ കുറച്ചധികം വാക്കുകളുണ്ട്. അതെല്ലാം അതില് ഒട്ടുമിക്ക പദങ്ങളും ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ PSC ചോദിക്കാറുമുണ്ട്. അപ്പൊ അതിൽ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള വാക്കുകൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് എഴുതി തരാം. നിങ്ങളത് പലതവണ ഇങ്ങനെ അതൊരു പ്രത്യേക ട്യൂണിൽ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ആ വാക്കുകൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. ഞാൻ പറയാം അത് ഏതൊക്കെയാണ് ആ പദങ്ങൾ എന്ന്. ആ പദങ്ങൾ വെച്ചിട്ട് നമ്മൾ രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുകയാണ് എങ്കിൽ അപ്പോൾ ആ എല്ലാത്തിലും ആദ്യത്തെ സബ്ജക്റ്റിന് അനുസരിച്ചായിരിക്കണം നമുക്ക് വെർബ് ഫോം ചെയ്യേണ്ടത്. ഇനി ഈ ഒരു ഫീച്ചർ അനുസരിച്ച് വരുന്ന ആ കുറെ വാക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ വാക്കുകൾ ഞാൻ ഇവിടെ ഒന്ന് എഴുതിയിടാം. എന്നിട്ട് നമുക്കത് പഠിക്കാം. എങ്ങനെ എളുപ്പത്തിൽ അത് പഠിക്കാം എന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആ വാക്കുകൾ ഓരോന്നായിട്ട് ഇവിടെ എഴുതാം. അപ്പൊ ദാ ഇത്രയും പദങ്ങൾ, ഈ പദങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ രണ്ട് സബ്ജക്റ്റിനെയും കണക്ട് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ വെർബ് എപ്പോഴും ആദ്യത്തെ സബ്ജക്റ്റിനെ അനുസരിച്ചായിരിക്കും. മനസ്സിലായല്ലോ?
ഈ തന്നിരിക്കുന്ന ഇത്രയും പദങ്ങൾ ഉപയോഗിച്ചാണ് നമ്മുടെ രണ്ട് സബ്ജക്റ്റുകളെയും കണക്ട് ചെയ്യുന്നത് എങ്കിൽ ആ വെർബ് എപ്പോഴും ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആവും, ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറലും ആവും. അപ്പൊ ഈ വാക്കുകൾ എങ്ങനെയാണ് ഓർത്തു വെക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ ഒരു കുറച്ച് പ്രാവശ്യം നമ്മൾ ഇത് വായിച്ചു കഴിയുമ്പോൾ ആ ഒരു പ്രത്യേക ട്യൂണിൽ ഇതിങ്ങനെ വായിച്ചു കഴിയുമ്പോൾ ഒരു പാട്ട് പോലെ നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ നിൽക്കും. നമുക്ക് നോക്കാം. ആസ് വെൽ ആസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്. വിത്ത് ചേർത്തുള്ള മൂന്നെണ്ണം നമ്മൾ അടുത്ത് പറയും. അപ്പൊ എങ്ങനെയാണ്? ആസ് വെൽ ആസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്. അത് 4 കിട്ടിയല്ലോ. പറഞ്ഞു നോക്കിക്കേ. ആസ് വെൽ ആസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്. 4 നമ്മൾ പഠിച്ചു. അപ്പൊ ഈ 4 ഏത് വന്നാലും ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം കൊടുക്കാനായിട്ട്. ഏതൊക്കെയായിരുന്നു? ആസ് വെൽ ആസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്. ഇനി ബൈ ചേർത്ത് 2 പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ്? അക്കംപനീഡ് ബൈ, ഫോളോഡ് ബൈ. അക്കംപനീഡ് ബൈ, ഫോളോഡ് ബൈ. അക്കംപനീഡ് ബൈ, ഫോളോഡ് ബൈ. അപ്പൊ ഇനി ഇത്രയും നമുക്കൊന്ന് ഒരുമിച്ച് പറയാം. ആദ്യത്തെ ഒരു സെറ്റില് വിത്ത് വെച്ചിട്ടുള്ള 3, രണ്ടാമത്തെ സെറ്റ് വന്നപ്പോ ബൈ വെച്ചിട്ടുള്ള 2. As well as, with, along with, together with, accompanied by, followed by. കിട്ടിയല്ലോ. ഇനിയുള്ളത് in addition to, besides. In addition to, besides. അപ്പൊ ആ ഫസ്റ്റ് സെറ്റ് ഒന്ന് പറയാം. As well as, with, along with, together with, accompanied by, followed by, in addition to, besides, and not. അടുത്ത സെറ്റിലേക്ക് നമ്മൾ കടന്നു. അവിടെ നമ്മളൊരു കണക്ഷൻ കൊടുക്കണം. എന്ത്? and not. അപ്പോ നോക്കാം. as well as, with, along with, together with, accompanied by, followed by, in addition to, besides, and not. അവിടെ നിൽക്കുവാണ്. ഇനി നമ്മൾ അടുത്ത സെറ്റ് നോക്കിക്കേ. like, unlike. like, unlike. അത് ഓർക്കാലോ. like, unlike. ഇനി but, except. and not, like, unlike, but, except, including, excluding. അപ്പൊ ആ രണ്ടാമത്തെ സെറ്റ് ഒന്നുകൂടെ പറയാം. and not, like, unlike, but, except, including, excluding. and not, like, unlike, but, except, including, excluding. അപ്പൊ ഇത്രയും സെറ്റ് നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു നോക്കാം. എന്നിട്ട് ഇതങ്ങ് നിർത്താം. as well as, with, along with, together with, accompanied by, followed by, in addition to, besides, and not, like, unlike, but, except, including, excluding. അപ്പൊ ഇത്രയും വാക്കുകൾ ചേർത്ത് ഇതിലേത് വാക്ക് വന്നാലും ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം നിങ്ങൾ കൊടുക്കാനായി, വെർബ് ചൂസ് ചെയ്യാനായിട്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇതായിട്ട് ഓർമ്മയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ 2-3 പ്രാവശ്യം നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പൊ ആ വാക്കുകൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഇത്രയും സെറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ നമുക്ക് ഇനി ഈ വാക്കുകൾ വരുന്ന ചോദ്യങ്ങൾ, കോൺകോർഡ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, മുൻകാല ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കി വരാം. ചോദ്യം നോക്കിക്കേ. രാമ ആസ് വെൽ ആസ് മോഹൻ ഡാഷ് പാസ് ദ എക്സാം. അപ്പൊ നോക്കാം. 2 സബ്ജക്റ്റ് ഉണ്ട് ഇവിടെ. രാമയും മോഹനും സബ്ജക്റ്റുകളാണ്. അതിനെ കണക്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ആസ് വെൽ ആസ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ആസ് വെൽ ആസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്. അത് ഓർക്കണ്ടല്ലോ. അപ്പൊ അതില് ആസ് വെൽ ആസ് വെച്ചിട്ടാണ് ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു പാട്ടിൽ വന്നേക്കുന്ന വാക്കാണ് ആസ് വെൽ ആസ്. അപ്പൊ അങ്ങനെയാവുമ്പോ എന്ത് ചെയ്യണം? അതിലെ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം നമ്മൾ വെർബ് ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യത്തെ സബ്ജക്റ്റ് ഇവിടെ ആരാണ്? രാമ എന്നുള്ളതാണ്. അപ്പൊ രാമ സിംഗുലർ ആണ്. അപ്പൊ നമ്മുടെ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഇതിൽ 2 ഉണ്ട് സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത്. ഹാസ് ഉണ്ട്, ഈസ് ഉണ്ട്, വാസ് ഉണ്ട്. ഹാവ് പ്ലൂറൽ ആണല്ലോ. അപ്പൊ അത് വരത്തില്ല എന്താണെങ്കിലും. ഇനി നമ്മൾ നോക്കാം. ഈ ഡാഷ് കഴിഞ്ഞ് കിടക്കുന്നത് ഏതാ? പാസ്ഡ് എന്നാണ് ഇവിടെ കിടക്കുന്നത്. അതായത് വെർബിന്റെ V3 ഫോം ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 3 എണ്ണത്തിലും എപ്പോഴും ഹാസിനോട് ചേർന്നായിരിക്കുമല്ലോ V3 വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ സെന്റൻസ് പാസീവ് വോയിസ് ആയിരിക്കും. ഇത് ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസ് ആണ്. അപ്പോൾ ഡാഷ് പ്ലസ് V3 എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യുന്നത് സിംഗുലാർ വെർബ് ആയതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? ഹാസ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്.
മനസ്സിലായല്ലോ? ഇവിടെ രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്തേക്കുന്ന ആസ് വെൽ ആസ് ആണ്. ആസ് വെൽ ആസ് വെച്ചിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് ചൂസ് ചെയ്യാൻ. അപ്പൊ രാമ സിംഗുലർ ആണ്. രാമ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ 3 ഓപ്ഷൻ നോക്കി, 3 ഓപ്ഷന് സിംഗുലർ ആയിട്ടുള്ളതിന് മാത്രം ചൂസ് ചെയ്തു. എന്നിട്ട് ഡാഷിന് ശേഷം വന്നിരിക്കുന്ന വെർബിന്റെ ഫോം നോക്കി. അത് തേർഡ് ഫോം ആണ്. സെന്റൻസ് ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസും ആയതുകൊണ്ട് നമ്മൾ എന്ത് ചൂസ് ചെയ്തു? ഹാസ് എന്നത് ചൂസ് ചെയ്തു. ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ചൂസ് ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോവിങ്. Option A, the parents as well as the kid were responsible for the poor performance. The parents as well as the kid was responsible for the poor performance. The kid as well as the parents were responsible for the poor performance. The kid as well as the parents also responsible for the poor performance. അപ്പൊ ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിവിടെ രണ്ട് സബ്ജക്റ്റ് ഉണ്ട്, പേരൻസും ഉണ്ട്, കിഡും ഉണ്ട്. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നത് ഏത് വെച്ചിട്ടാണ്? ആസ് വെൽ ആസ് വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു ആസ് വെൽ ആസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്. അതിൽ ഏത് വന്നാലും ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം നമ്മൾ വെർബ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ ആദ്യത്തെ ഈ ഓപ്ഷൻ എയില് ആദ്യത്തെ സബ്ജക്ട് ഏതാണ്? ദ പേരൻസ്. ദ പേരൻസ് എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ ആണല്ലേ. അപ്പോ പ്ലൂറൽ സബ്ജക്റ്റ് വന്നത് കൊണ്ട് വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. മനസ്സിലായോ? ഇപ്പൊ രണ്ട് സബ്ജക്റ്റ് ഉണ്ട്, രണ്ട് സബ്ജക്റ്റിനെയും കണക്ട് ചെയ്തേക്കുന്ന ആസ് വെൽ ആസ് വെച്ചിട്ടാണ്. ആസ് വെൽ ആസ് വെച്ച് കണക്ട് ചെയ്തേക്കുന്നത് കൊണ്ട് നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് നമ്മുടെ വെർബിനെ ഫിക്സ് ചെയ്യും. അപ്പൊ ആദ്യത്തെ സബ്ജക്റ്റ് ദ പേരൻസ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറൽ വെർബ് വേണം ചൂസ് ചെയ്യാൻ. അപ്പൊ ഇവിടെ പ്ലൂറൽ ആണല്ലോ, വെയർ എന്നുള്ളത് പ്ലൂറൽ വെർബായിട്ടല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അത് കറക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ദ പേരൻസ് ആസ് വെൽ ആസ് ദ കിഡ് വെയർ റെസ്പോൺസിബിൾ ഫോർ ദ പുവർ പെർഫോമൻസ് എന്നുള്ളത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതാണ് ഇതിലെ കറക്റ്റ് സെന്റൻസ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. അപ്പൊ നമുക്ക് ഇതിലെ ബാക്കിയുള്ളതിലെ മിസ്റ്റേക്ക് എന്നൊന്നും നോക്കാം. ദ പേരൻസ് ആസ് വെൽ ആസ് ദ കിഡ് വാസ്. അപ്പൊ ഇവിടെ ആസ് വെൽ ആസ് വെച്ച് കണക്ട് ചെയ്തേക്കുന്നു. അപ്പൊ ഇവിടെ സബ്ജക്ട്, ആദ്യത്തെ സബ്ജക്ട് ദ പേരൻസ് ആണ്, അത് പ്ലൂറൽ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന വെർബ് വാസ് ആണ്, വാസ് അല്ല. കാരണം എന്താണ്? വെയർ ആയിരുന്നു വരേണ്ടത്. സബ്ജക്ട്, ആദ്യത്തെ സബ്ജക്ട് പ്ലൂറൽ ആയതുകൊണ്ട് ഇവിടെ പ്ലൂറൽ വെർബ് വേണം വരാൻ. ഇപ്പൊ ഇത് തിരിച്ചായിരുന്നുവെങ്കിൽ ദ കിഡ് ആസ് വെൽ ആസ് ദ പേരൻസ് ആയിരുന്നു, അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇവിടെ വാസ് വന്നത്. കാരണം ആദ്യത്തെ സബ്ജക്ട് അന്നേരം കിഡ് ആവും. അപ്പൊ അന്നേരം അത് സിംഗുലർ ആണ്. സിംഗുലർ ആവുന്നത് കൊണ്ട് അവിടെ വാസ് വരും. ഇനി മൂന്നാമത്തേലോ ദ കിഡ് ആസ് വെൽ ആസ് ദ പേരൻസ് വെയർ. അപ്പൊ ഇവിടെ ആസ് വെൽ ആസ് വന്നപ്പോ ഇവിടെ ആദ്യത്തെ സബ്ജക്ട് ഏതാണ്? കിഡ് ആണ് വന്നത്. അപ്പൊ കിഡ് സിംഗുലർ ആണ്. സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ ഏത് വെർബ് വേണമായിരുന്നു? സിംഗുലാർ വെർബ് വേണമായിരുന്നു. പക്ഷെ ഇവിടെ വെയർ കൊടുത്തു. അപ്പൊ അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. ഇവിടെ വാസ് എന്ന് വന്നിരുന്നെങ്കിൽ ഈ സെന്റൻസ് കറക്റ്റ് ആയിരുന്നു. ഇപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് തന്നേക്കുന്ന 4 ഓപ്ഷനിലും ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്. ദ പേരൻസ് ആസ് വെൽ ആസ് ദ കിഡ് വെയർ റെസ്പോൺസിബിൾ ഫോർ ദ പുവർ പെർഫോമൻസ്. മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് ഒരു ചോദ്യം കൂടെ നോക്കാം. The professor along with his students dash attending the seminar. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മുടെ ഏതാണ് സബ്ജക്റ്റുകൾ വന്നിരിക്കുന്നത്? ദ പ്രൊഫസറും ഹിസ് സ്റ്റുഡൻസും. രണ്ട് സബ്ജക്ട് വന്നു. ഈ രണ്ട് സബ്ജക്റ്റിനെയും കണക്ട് ചെയ്തേക്കുന്ന വാക്ക് ഏതാണ് നോക്കാം? എലോങ് വിത്ത്. എലോങ് വിത്ത് നമ്മൾ പറഞ്ഞ അതിലുണ്ടല്ലോ ആസ് വെൽ ആസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ പറഞ്ഞ കൂട്ടത്തിൽ എന്തുണ്ട്? എലോങ് വിത്ത് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഈ രണ്ട് സബ്ജക്റ്റിനെയും എലോങ് വിത്ത് വെച്ചാണ് കണക്ട് ചെയ്തേക്കുന്നത് എങ്കിൽ വെർബ് ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം. ഇവിടെ ആദ്യത്തെ സബ്ജക്ട് ഏതാണ്? ദ പ്രൊഫസർ എന്നുള്ളതാണ്. പ്രൊഫസർ എന്നുള്ളത് സിംഗുലർ ആണ്. അപ്പൊ സിംഗുലർ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓപ്ഷനിലേക്ക് നമ്മൾ നോക്കും ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് സിംഗുലർ എന്നുള്ളത്. ആർ എന്നുള്ളത് സിംഗുലർ അല്ല. ഹാസ് എന്നുള്ളത് സിംഗുലർ ആണ്. ഹാവ് എന്നുള്ളത് പ്ലൂറൽ ആണ്. ഈസ് എന്നുള്ളതും സിംഗുലർ ആണ്. അപ്പൊ രണ്ടെണ്ണം ഉണ്ട്, ഹാസും ഉണ്ട്, ഈസും ഉണ്ട്. അതിലേത് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പൊ നമുക്ക് ഡാഷിന് ശേഷമുള്ള പദം നമ്മൾ നോക്കും. ഏതാണ്? അറ്റൻഡിങ്. ING ഫോം ആണല്ലേ. ING ഫോമിലാണ് ആ ഡാഷിന് ശേഷം പദം വാക്ക് വരുന്നത് എങ്കിൽ അതിന് ഈസ് ഓർ ആർ ഇതൊക്കെ വന്നെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ വാസ് ഓർ വെയർ അതൊക്കെ വരുമ്പോൾ മാത്രമാണ് അത് ING ഫോമിലേക്ക് പോവുള്ളൂ. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഈ ഹാസിന് ശേഷം എപ്പോഴും നമ്മൾ കുറച്ച് മുമ്പത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു, ഹാസിന് ശേഷം എപ്പോഴും V3 ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ ING ഫോം വന്നേക്കുന്നത് കൊണ്ട് ഏതായിരിക്കും വരുന്നത്? ഈസ് ആയിരിക്കും നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. കാരണം
സിംഗുലർ വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഹാസും ഈസും വന്നു. അപ്പൊ നമ്മൾ ഡാഷിന് ശേഷമുള്ള പദം നോക്കി, അത് ING-യിൽ അവസാനിക്കുന്ന പദമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈസ് എന്ന ഉത്തരം സെലക്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ദ പ്രൊഫസർ എലോങ് വിത്ത് ഹിസ് സ്റ്റുഡൻസ് ഈസ് അറ്റൻഡിങ് ദ സെമിനാർ. അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. നമുക്കെന്നാ അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം. നെയ്തർ സാം നോർ റാം ഡാഷ് പ്രസന്റ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ച് സെറ്റ് ഓഫ് വേർഡ്സ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇത് കോൺകോഡിലെ അടുത്ത റൂളാണ്. ഇതിലെന്ന് പറഞ്ഞാൽ ഈ റൂളില് ഞാൻ കുറച്ച് വാക്കുകൾ പറഞ്ഞുതരാം. ആ വാക്കുകൾ, ഒത്തിരി വാക്കുകളൊന്നുമില്ല, ഒരു 4 എണ്ണം ഉള്ളൂ. ആ 4 വാക്കുകൾ വെച്ചാണ് നമ്മൾ 2 സബ്ജക്റ്റിനെയും കണക്ട് ചെയ്യുന്നത് എങ്കിൽ അവിടെ വെർബ് വരുന്നത് രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ റൂളിൽ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചായിരുന്നു വെർബ് ഫിക്സ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മളിപ്പോ പറയാൻ പോകുന്ന റൂളിൽ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ വാക്കുകൾ ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. ഓർ, എയ്തർ or, neither nor, or either or, neither nor, not only but also, not only but also. ഇങ്ങനെ ഇതിൽ ഈ 4 എണ്ണത്തിൽ ഏതൊക്കെയാണ്? ഓർ, എയ്തർ ഓർ, നെയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇത് ഓർത്ത് വയ്ക്കാൻ പാടൊന്നുമില്ലല്ലോ. ഇതിൽ 4 എണ്ണം വെച്ചാണ് 2 സബ്ജക്റ്റിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ വെർബ് രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും മാറുന്നത്. ക്ലിയർ ആയോ? 2 സബ്ജക്റ്റുകൾ, ആ 2 സബ്ജക്റ്റുകളെയും ഇതിലേതെങ്കിലും ഓർ, എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇതിലേതെങ്കിലും വെച്ചാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്കിൽ വെർബ് രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ചോദ്യം ഒന്ന് നോക്കാം. നെയ്തർ സാം നോർ റാം ഡാഷ് പ്രസന്റ്. അപ്പോ ഇത് നോക്കിക്കേ, ഇതില് 2 സബ്ജക്ട് ഏതൊക്കെയാണ്? സാമും റാമും. ഈ 2 സബ്ജക്റ്റിനെയും കണക്ട് ചെയ്തേക്കുന്ന ഏത് വെച്ചാ? നെയ്തർ നോർ വെച്ചിട്ടാണല്ലോ. നെയ്തർ സാം നോർ റാം. അപ്പോ നെയ്തർ നോർ വെച്ചിട്ടാണ് 2 സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുന്നത് എങ്കിൽ വെർബ് രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും വരുന്നത്. അപ്പൊ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഈസ്, ആം, വാസ്, നൺ ഓഫ് ദിസ്. അപ്പൊ ഇതിന്റെ അകത്ത് സിംഗുലർ ആയിരിക്കും വരുന്നത്. കാരണം എന്താ? രണ്ടാമത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ഏതാ? റാം ആണ്. നെയ്തർ നോർ വെച്ച് കണക്ട് ചെയ്തേക്കുന്ന 2 സബ്ജക്റ്റിൽ രണ്ടാമത്തെ സബ്ജക്ട് റാം ആണ്. അപ്പൊ റാം എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ വെർബ് ആയിരിക്കും. അപ്പൊ ഇതിലെ ഏതൊക്കെയാ? ഈസ് സിംഗുലർ വെർബ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാസും സിംഗുലർ വെർബാണ്. ആം എന്നുള്ളത് പിന്നെ ഐയുടെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഒന്നെങ്കിൽ നമുക്ക് ഈസ് എടുക്കാം, അല്ലെങ്കിൽ വാസ് എടുക്കാം. ഇതില് സെന്റൻസ് നോക്കിക്കേ, നെയ്തർ സാം നോർ റാം പ്രസന്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് പ്രസന്റ് ടെൻസിലുള്ള ഫോം ആണ് അല്ലെ. സെന്റൻസിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. സാമും റാമും പ്രസന്റ് അല്ല എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇത് പ്രസന്റ് ടെൻസിലുള്ള ഫോം ആയതുകൊണ്ട് ഈസ് ആയിരിക്കും നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന ആൻസർ. അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. നെയ്തർ സാം നോർ റാം ഈസ് പ്രസന്റ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി കോൺകോഡിൽ നിന്നും വരുന്ന വേറൊരു രീതിയിലുള്ള ഒരു ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എവ്രി വൺ ഓഫ് ദ പ്ലേയേഴ്സ് ഡാഷ് ഇൻവൈറ്റഡ് ഫോർ ദ പാർട്ടി. ഹൗ, ഹാസ്, വെയർ, വാസ്. ഇനി ഇത് കോൺകോഡിൽ തന്നെ 3ാമത്തെ റൂളിനനുസരിച്ച്, അടുത്തൊരു സെറ്റ് റൂളിനനുസരിച്ചാണ് ഇവിടുത്തെ ഇത് നമ്മൾ ഉത്തരം സെലക്ട് ചെയ്യുന്നത്. കുറച്ചധികം റൂൾസ് ഉണ്ട്, അതെല്ലാം നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ചോദ്യങ്ങളിൽ ഓരോന്നും ഓരോ റൂൾ അനുസരിച്ചാണ് പോകുന്നത്. അപ്പൊ അതൊന്ന് നിങ്ങൾ നോക്കി വെക്കുക. അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ പറയാൻ പോകുന്ന റൂൾ നിങ്ങൾ കേട്ടോ. കുറച്ച് വാക്കുകളുണ്ട്, ആ വാക്കുകൾ ഞാൻ ഇവിടെ എഴുതാം. അപ്പൊ ആ വാക്കുകളാണ് നമ്മുടെ ചോദ്യത്തിൽ വരുന്നത് എങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും സിംഗുലാർ വെർബായിരിക്കും യൂസ് ചെയ്യേണ്ടത്. അതായത് ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്കുകൾ നമ്മുടെ സെന്റൻസിൽ വരികയാണ് എങ്കിൽ നമുക്ക് സബ്ജക്ട് എങ്ങനെയാണെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. അപ്പൊ മനസ്സിലായല്ലോ? ഞാൻ ആ വാക്കുകൾ ഒന്ന് എഴുതി തരാം. ഇത്രയും വാക്കുകൾ. ഇത് ഓർത്തു വെക്കാൻ എളുപ്പമല്ലേ? വാക്കുകൾ ഞാനൊന്ന് പറയാം. എവ്രിബഡി, എവ്രി വൺ, എവ്രി ഡേ, എനിബഡി, എനി വൺ, സംബഡി, സംവൺ, നോബഡി, നോ വൺ, നൺ, എയ്തർ, നെയ്തർ, ഈച്ച്.
ഇതിൽ ഏതെങ്കിലും വാക്ക് നമ്മുടെ സെന്റൻസിൽ ഉണ്ട് എങ്കിൽ നമ്മൾ സബ്ജക്റ്റിനെ നോക്കണ്ട, വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. അപ്പൊ അത് നോക്കിക്കേ, ഈ എവരി വെച്ച് വരാൻ സാധ്യതയുള്ള വാക്കുകളെല്ലാം, പിന്നെ എനി വെച്ച് വരാൻ സാധ്യതയുള്ള വാക്കുകള്, സം വെച്ച് വരാൻ സാധ്യതയുള്ള വാക്കുകള്, നോ വെച്ച് വരാൻ, അതായത് നോക്കി എവ്രിബഡി, പിന്നെ എന്താ എവ്രി വൺ, എവ്രിഡേ, അത് മൂന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാം. എവ്രിബഡി, എവ്രി വൺ, എവ്രിഡേ. പിന്നെ എനി വെച്ച് വരുന്ന എനിബഡി, എനി വൺ. പിന്നെ സം വെച്ച് സംബഡി, സം വൺ. നോബഡി, നോ വൺ, നൺ. അപ്പൊ ഇത്രയും വാക്കുകൾ പ്ലസ് എയ്തർ, നെയ്തർ, ഈച്ച്. ഇപ്പൊ കുറച്ചും നമ്മൾ എയ്തറോറും നെയ്തറോറും പറഞ്ഞായിരുന്നു. അതിന്റെ കൂടെ ഇത് കൺഫ്യൂഷൻ ആവുന്നത് എയ്തറും നെയ്തറും മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതൊക്കെ വാക്കുകളാണ് വന്നിരിക്കുന്നത്? എവ്രിബഡി, എവ്രി വൺ, എവ്രിഡേ, എനിബഡി, എനി വൺ, സംബഡി, സം വൺ, നോബഡി, നോ വൺ, നൺ. എയ്തർ, നെയ്തർ, ഈച്ച്. ഇതിലേതെങ്കിലും വാക്ക് നമ്മുടെ സെന്റൻസിൽ ഉണ്ട് എങ്കിൽ അതിന്റെ കൂടെ എപ്പോഴും സിംഗുലാർ വെർബ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഈ തന്നേക്കുന്ന ചോദ്യത്തില് എവ്രി വൺ ആണ് നമ്മുടെ ഒരു വാക്കായിട്ട് വന്നിരിക്കുന്നത്. എവ്രി വൺ. അപ്പൊ എവ്രി വൺ വന്നാൽ എന്താന്ന് പറഞ്ഞിരിക്കുന്നത്? സബ്ജക്റ്റ് ഏതായാലും നമുക്ക് പ്രശ്നമില്ല, വെർബ് എപ്പോഴും സിംഗുലാർ വെർബ് ആയിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ ഈ ഓപ്ഷനിൽ സിംഗുലാർ വെർബ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹാവ് എന്നുള്ളത് പ്ലൂറൽ വെർബാണ്, അത് വരത്തില്ല. ഇനി ഹാസ് എന്നുള്ളത് സിംഗുലാർ വെർബാണ്, അത് വരാം. വെയർ എന്നുള്ളത് വരില്ല, കാരണം അത് പ്ലൂറൽ വെർബാണ്. പിന്നെ വാസ് എന്നുള്ളതും വരാൻ സാധ്യതയുണ്ട്. അപ്പോ ഇനി നമ്മൾ നോക്കും ഡാഷിന് ശേഷം, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു ഡാഷിന് ശേഷം ഏതാണെന്ന് നോക്കിയാൽ മതി. ഡാഷിന് ശേഷം എന്താ? ഇൻവൈറ്റഡ്, V3 ഫോം ആണ്. V3 ഫോം ആവുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും? ഹാസിന് ശേഷമാണ് V3 വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ ഹാസ് ചൂസ് ചെയ്യും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യണതിന് മുമ്പ് ശ്രദ്ധിക്കണം, ആ സെന്റൻസിന്റെ അർത്ഥം ഒന്ന് നോക്കണം. എന്താ സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്? എവ്രി വൺ ഓഫ് ദ പ്ലേയേഴ്സ് ഡാഷ് ഇൻവൈറ്റഡ് ഫോർ ദ പാർട്ടി. ആ പാർട്ടിക്ക് എല്ലാ പ്ലേയേഴ്സിനെയും ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെയാ സെന്റൻസ് പറയുന്നത്. അപ്പൊ ആരാ അവരെ ക്ഷണിച്ചത്? ആരോ ഒരാൾ അവരെ ക്ഷണിച്ചു. എവ്രി വൺ ആണോ അവരെ ക്ഷണിച്ചത്? അല്ല. അത് ആരാന്നുള്ള കാര്യം അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് ആ ക്രിയ ചെയ്ത ആളല്ല ഇവിടുത്തെ സബ്ജക്റ്റ്. കർത്താവായിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് ആ ക്രിയ ചെയ്ത, ആ ഇൻവൈറ്റ് ചെയ്ത ആളല്ല ഇവിടുത്തെ സബ്ജക്റ്റ്. ഇൻവൈറ്റ് എന്ന പ്രവൃത്തി ചെയ്ത ആളെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ല. അതായത് ഈ ക്രിയ ചെയ്ത ആളല്ല ഈ സെന്റൻസിലെ കർത്താവ്. അതായത് എന്താണ്? ഈ സെന്റൻസ് പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസില് ഒരിക്കലും ഹാസിനോട് കൂടി V3 ഫോം വരില്ല. പാസീവ് വോയിസ് ആയതുകൊണ്ട് ഇവിടെ വാസ് ആയിരിക്കും വരേണ്ടത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പാസീവ് വോയിസിന്റെ ക്ലാസ്സിൽ പറയാം. അപ്പോൾ നിങ്ങളിങ്ങനെ ഇത് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് സെന്റൻസ് ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്നുള്ള കാര്യം ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ഹാസും വാസും ഉള്ള ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഉത്തരം സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് പേർക്ക് ഇത് നെഗറ്റീവ് വരുന്ന ഭാഗമാണ്. ഞാൻ ഒന്നോടെ പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എവ്രി വൺ ഓഫ് ദ പ്ലേയേഴ്സ് ഡാഷ് ഇൻവൈറ്റഡ് ഫോർ ദ പാർട്ടി എന്നാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത്. നമ്മൾ നോക്കും, വേർഡ് എവ്രി വൺ ആണ്. എവ്രി വൺ ആവുമ്പോൾ നമ്മുടെ കോൺകോഡിന്റെ റൂൾ അനുസരിച്ചിട്ട് സിംഗുലാർ വെർബ് വേണം വരാനായിട്ട്. അപ്പൊ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കി, ഹാസും വാസും അവിടെയുണ്ട്. അപ്പൊ നമ്മൾ അതില് ഏത് ചൂസ് ചെയ്യുന്നതായിട്ട് ഡാഷിന് ശേഷമുള്ള പദം നോക്കി. അപ്പൊ നമുക്ക് ഇൻവൈറ്റഡ് എന്ന് കണ്ടു, അത് V3 ഫോം ആണ്. V3 ഫോം വരുമ്പോൾ നമ്മൾ ഹാസിലേക്ക് പോകും, പക്ഷെ പോവരുത്. സെന്റൻസിന്റെ അർത്ഥം നിങ്ങളൊന്ന് നോക്കുക. എവ്രി വൺ ഓഫ് ദ പ്ലേയേഴ്സ് ഇൻവൈറ്റഡ് ഫോർ ദ പാർട്ടി. അപ്പൊ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായ? പ്ലേയേഴ്സിനെ പാർട്ടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമ്മൾ നോക്കും. സബ്ജക്ട് എവ്രി വൺ ആണ്. എവ്രി വൺ അല്ല അവരെ ഇൻവൈറ്റ് ചെയ്തത്, വേറെ ആരോ ആണ് അവരെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പൊ ഇവിടത്തെ സബ്ജക്ട്, ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ഈ ചോദ്യത്തിൽ പറഞ്ഞ ക്രിയ ചെയ്ത വ്യക്തിയല്ല. അപ്പോ ഈ സെന്റൻസ് പാസീവ് വോയിസിലാണ്. ഇത് ആക്റ്റീവ് വോയിസിലായിരുന്നു എങ്കിൽ ആ ഇൻവൈറ്റ് ചെയ്ത പേഴ്സൺ ആയിരിക്കണം ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഇത് പാസീവ് വോയിസിലുള്ള സെന്റൻസ് ആയതുകൊണ്ട് ഒരിക്കലും V3 വേർബിന് മുമ്പ് ഹാസ് വരില്ല, അവിടെ വാസ് ആയിരിക്കണം വരേണ്ടത്. അങ്ങനെ നമ്മൾ ഓപ്ഷൻ ഡിയിലേക്ക് എത്തിച്ചേരും. ഇതായിരിക്കണം നിങ്ങളുടെ ആൻസർ. ഇനി നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരിക്കലും മാർക്ക് നിങ്ങൾ കളയരുത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയുക, ഞാനിത് സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ ഉത്തരം വരുന്നത് വാസ് ഇൻവൈറ്റഡ് ആണ്. ഓപ്ഷൻ ഡി ആയിരിക്കും ഈ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്ന ചോദ്യങ്ങൾ. PSC വോയേജർ എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് പോളിലൂടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും.
അതുപോലെ ഈ ക്ലാസ്സിന്റെ PDF നോട്ടും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതിനുള്ള മറുപടി ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ PYQ സീരീസിന്റെ ബാക്കി ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്